ഒരു വർക്ക്ഷോപ്പിന്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇൻസ്റ്റാഗ്രാമിൽ 7 ലക്ഷം പേരും ഫേസ്ബുക്കിൽ 4 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാരുമാണ് കണ്ടത്. വീഡിയോയിലെ കമന്റുകൾ കണ്ടിട്ട് എന്നെ പോലെ തന്നെ പല വർക്ക്ഷോപ്പിൽ നിന്നും പണി കിട്ടിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടുത്തെ പണി എങ്ങനെയുണ്ട്, സർവീസ് കോസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്റെ വണ്ടിയുടെ കാർബറേറ്റർ കംപ്ലൈന്റ് ആയിട്ട് ഞാൻ പല വർക്ക്ഷോപ്പിൽ കയറി ഇറങ്ങിയതാണ്. എല്ലാവരും ഒരേ സ്വരത്തിൽ കാർബറേറ്റർ മാറ്റിക്കോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഒരു എമൗണ്ട് ആണ് നമ്മളോട് പറയുന്നത്. അല്ലാതെ ആ കാർബറേറ്റർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ അതൊന്ന് റിപ്പയർ ചെയ്യാൻ ശ്രമിക്കുകയോ ഒന്നും ആരും ചെയ്തിട്ടില്ല. പക്ഷേ എങ്കിൽ റഹ്മത്ത് ബായുടെ അടുക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ കാർബറേറ്റർ കുറെ നേരം ഇരുന്നിട്ട് അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് പുള്ളി ട്രൈ ചെയ്യുന്നത് ഞാൻ കണ്ടു. കുറെ നേരം ഇരുന്നിട്ട് അത് എങ്ങനെയും ശരിയാക്കിയേ പറ്റൂ എന്നുള്ള ഒരു ആത്മാർത്ഥത പുള്ളിക്കാരിൽ ഞാൻ കണ്ടു. ആ ആത്മാർത്ഥതയുടെ ബലമാണ് അവിടെ ഇരിക്കുന്ന ട്രോഫികൾ അത്രയും. അതുപോലെ തന്നെ വർക്ക്ഷോപ്പിനകത്ത് ബൈക്സിന്റെ കുറെ ഫോട്ടോസ് ഒട്ടിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ മനസ്സിലാവും പുള്ളിക്കാരൻ എത്രത്തോളം പാഷൻ ആണ് ഇതെന്ന്. എന്റെ വണ്ടിയുടെ കാർബറേറ്ററിന്റെ കംപ്ലൈന്റുമായിട്ടാണ് ഞാൻ ചെല്ലുന്നത്. പക്ഷേ എങ്കിൽ വണ്ടി എനിക്ക് തിരിച്ചു തരുമ്പോഴത്തേന് വണ്ടി ഓടിച്ചു നോക്കിയിട്ട് ശരിയാക്കാൻ പറ്റുന്ന കംപ്ലൈൻസ് ഒക്കെ എനിക്ക് ശരിയാക്കി തന്നു. അതുകൂടാതെ മേജർ ആയിട്ടുള്ള കംപ്ലൈൻസ് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. പുള്ളിക്കാരന്റെ ഈ ആത്മാർത്ഥത കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു പ്രയോജനം